കോഴിക്കോട് അതിരൂപതയുടെ നേതൃത്വത്തിൽ ഫെലിക്സ് നതാലിസ് മെഗാ ക്രിസ്മസ് ഘോഷയാത്ര അല്പസമയത്തിനകം ആരംഭിക്കും. സിറ്റി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ബീച്ച് ഫ്രീഡം സ്ക്വയറിലാണ് സമാപിക്കുക. മിഥില ബാലൻ വാർത്താ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മിഥില, തുടങ്ങിയോ ആഘോഷങ്ങൾ? ഹൃദയത്തിൽ എഴുതി ചേർത്ത MT വാസുദേവൻ നായർക്ക് പ്രിയപ്പെട്ട മകൾക്ക് ദിൽന, ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ഈ ഘോഷയാത്ര, മഹാഘോഷയാത്ര കോഴിക്കോട് അതിരൂപതയുടെ നേതൃത്വത്തിലാണ് ഫെലിക്സ് നതാലിസ് എന്ന മെഗാ ക്രിസ്മസ് ഘോഷയാത്രയ്ക്ക് തുടക്കമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മാലാഖമാരുണ്ട്. ഈ ഒരു ഘോഷയാത്രയിലുടനീളം 1000-ലധികം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ആ പങ്കെടുക്കുന്ന ആളുകളെല്ലാം തന്നെ ക്രിസ്മസ് പാപ്പമാരുടെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമാകുന്നത്. കോഴിക്കോട് അതിരൂപത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫെലിക്സ് നതാലിസ് എന്ന പേരിലാണ് മഹാ ക്രിസ്മസ് ഘോഷയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ആളുകൾ, അതായത് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ വലിയ ആൾ, നമുക്കിപ്പോൾ കാണാം നൃത്തം ചെയ്യുന്നുണ്ട് ആളുകളെല്ലാം തന്നെ പാപ്പമാരുടെ വേഷം ധരിച്ച്. നിശ്ചല ദൃശ്യങ്ങളുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയൊരു ആഘോഷം, വലിയൊരു ഘോഷയാത്ര അതാണിപ്പോൾ കോഴിക്കോട് നഗരത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. അല്പസമയം മുമ്പായിരുന്നു ഇതിന്റെ ഒരു ഫ്ലാഗ് ഓഫ് കർമ്മം. സിറ്റി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നിന്നും ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവാണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. സമാപനം കോഴിക്കോട് ബീച്ചിലാണ്, ഫ്രീഡം സ്ക്വയറിലാണ് സമാപനം നടക്കുക. സമാപന സമ്മേളനം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വളരെ ഭംഗിയുള്ള ഓരോ കാഴ്ചകളാണ്. കണ്ണിന് നല്ല നല്ല കാഴ്ചകളാണ് ഈ ഒരു ഘോഷയാത്രയിലുടനീളമുള്ളത്. ഈ മാലാഖമാരുണ്ട്, ചെറിയ മക്കളുടെ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ നൃത്തമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മഹാഘോഷയാത്ര വലിയ ആഘോഷമാക്കുന്ന കാഴ്ച. നേരത്തെ നമ്മൾ ബിഷപ്പുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നത് ക്രിസ്മസിന്റെ സന്ദേശം അത് എല്ലാവരിലും എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ കോഴിക്കോട് അതിരൂപതയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മഹാഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം കോഴിക്കോട് മാവൂർ റോഡിന് സമീപത്ത് ഈ ഘോഷയാത്ര എത്തിയിട്ടുണ്ട്. കോഴിക്കോട് ബീച്ചിലാണ് ഇത് സമാപിക്കുക. കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന സമാപനം ഏകദേശം 4 മണിക്ക് ഇത് ആരംഭിച്ചിട്ടുണ്ട്. 7 മണിയോടെ ഇത് സമാപിക്കും എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ 7 മണി കഴിയാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത്. അത്രമാത്രം ആളുകൾ ഈ ഒരു ഘോഷയാത്രയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ഫ്രീഡം സ്ക്വയർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ഫ്രീഡം സ്ക്വയർ ഇപ്പോൾ നമുക്ക് കാണാം. കുട്ടികളെല്ലാം തന്നെ നൃത്തം ചെയ്ത് ഈ ഘോഷയാത്രയിലുടനീളം കലാപരിപാടികളുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം. ശരി, കോഴിക്കോട് നിന്ന് മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.